നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിനക്കറിയോ? അതെനിക്കെങ്ങനെ അറിയാനാ? എല്ലായിടത്തും നോക്കണം. സംസാരിച്ചേക്കാതെ നിങ്ങൾ അങ്ങോട്ട് പോവാൻ നോക്ക്. ആരെങ്കിലും വരുന്നുണ്ടോന്ന് ഞാൻ നോക്കിക്കോളാം. ശരി, നോക്കാം. ചെല്ല്. താൻ കുടിക്കാൻ എടുക്ക്. ഓ, കുട്ടികളെ ഇതുവരെ കണ്ടില്ലല്ലോ തിരുമേനി. ഹോമം കഴിയുന്നവരെ മുത്തശ്ശന് കൂട്ടുനിൽക്കാൻ പറഞ്ഞിട്ടാ ഗോവിന്ദ് ശിവഘാട്ടിലേക്ക് പോയത്. ഞാൻ ആളെയും കൂട്ടി അന്വേഷിച്ചു പോട്ടെ? വേണ്ട, അവർക്കൊരാപത്തും പറ്റിയിട്ടില്ല. വളരെ കാലത്തിന് ശേഷമാ ശിവക്കാട്ടിലെ ശിവലിംഗത്തിന് മുന്നിൽ അഖണ്ഡ ജ്യോതി തെളിഞ്ഞു കഴിഞ്ഞു. പൂജാമുറിയിലെ ഹോമാഗ്നിയിൽ ഞാനത് തെളിഞ്ഞു കണ്ടു. അഖണ്ഡ ജ്യോതിയുമായി പോയത് സാക്ഷാൽ ലക്ഷ്മി തന്നെയാണല്ലോ വാര്യരെ. അതിശയോക്തി പറയുകയല്ല. അവളുടെ കണ്ണിൽ തെളിഞ്ഞ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ നിസ്സഹായനായി നിന്നുപോയവനായി ഈ ഭദ്രമോസ്. ഞാൻ കേട്ടിട്ടുണ്ട്. പെരുവണ്ണാവരത്തുകാര് ആ കുട്ടിയെ കാണുന്നത് പെരുവണ്ണാവരത്ത് അമ്മയുടെ മകളായിട്ടാ. അത് നിശ്ചയം. അല്ലെങ്കിൽ അവൾക്ക് അഖണ്ഡ ജ്യോതിയുടെ മുന്നിൽ പോലും ചെന്നെത്താനാകുമായിരുന്നില്ല. അതിനു മുന്നേ അവൾ മരിച്ചു വീഴുമായിരുന്നു. തിരുമേനി, ഗോവിന്ദും ലക്ഷ്മി എത്തിക്കഴിഞ്ഞു. മുത്തച്ഛ, എനിക്കെന്റെ മുത്തച്ഛനെ തിരിച്ചു കിട്ടി. എല്ലാം മഹാദേവന്റെ അനുഗ്രഹം മോനെ. മോളെ ലക്ഷ്മി, അരുതുകുട്ടി, നിന്നിൽ ഞാൻ കാണുന്നത് ശിവചൈതന്യമാണ്. ഈ നിമിഷം മുതൽ നിന്നെ ഞാൻ കാണുന്നത് എന്റെ മകളുടെ പ്രതിരൂപമായിട്ടാണ്. എന്റെ മകൾ പുനർജനിച്ചത് നീയായിട്ടാണ് മോളെ. ഞാൻ നിന്റെ ചേച്ചിയുടെ ചികിത്സ ഏറ്റെടുത്തത് പോലും ദൈവനിയോഗമായിട്ടാണ്. എന്റെ ചേച്ചി എഴുന്നേറ്റ് നടക്കില്ലേ തിരുമേനി? ഇനിയും കണ്ണു തുറക്കാതിരിക്കാൻ ഏത് ദൈവത്തിന് കഴിയും? വരൂ, സ്വാതിയെ പോയി കാണാം. ശുഭകരമായൊരു വാർത്ത തന്നെ മോൾക്ക് പ്രതീക്ഷിക്കാം. വരൂ. എന്തൊക്കെയാണോ ഞാൻ ഈ കേൾക്കുന്നത്? താൻ വരൂന്ന് കരുതി സ്വാതിയുടെ മുറിയുടെ പുറത്ത് കാവൽ നിന്ന് ഞാൻ മടുത്തു. ലക്ഷ്മിയുടെ നീക്കം എന്താണെന്ന് എനിക്ക് അറിയാൻ കഴിയാതെ പോയി. അവള് പുറത്തേക്ക് പോകുന്നതാണ്ടാ ഞാൻ ഫോളോ ചെയ്ത് പോയത്. എന്നിട്ട് അവളും ഗോവിന്ദും എവിടെ? തിരുമേനിയെ കാണാൻ പോയതാ. നമ്മൾ ഇവിടെ ഉള്ള വിവരം തിരുമേനി അറിയാൻ പാടില്ലല്ലോ. എല്ലാവരും പുറത്തേക്ക് പോ. ഓനാ പറഞ്ഞത്. Oh!
ലച്ചു. 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 ചേച്ചി 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 എണീക്ക് ചേച്ചി. ചേച്ചി സ്വാതി. സ്വാതി. വേണ്ട, ചികിത്സ കഴിഞ്ഞുള്ള മയക്കം വിടാതെ രോഗി ഉണർത്താൻ പാടില്ല. ചേച്ചി അവർ ഉപദ്രവിച്ചിട്ടുണ്ടാവുമെന്ന് അറിയില്ല. സ്വാതി. സ്വാതി. അവരാ ദക്ഷ. അവരുടെ മകളുമായിട്ടല്ലേ തന്റെ എൻഗേജ്മെന്റ് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്? സ്വാതിയെ കൊന്നുകളയാൻ ആളെ വിട്ടത് അവരാ. സഞ്ജു എന്തിനാ കോള് കിട്ടിയത്? അവളോട് 2 വാക്ക് പറയല്ലേ വേണ്ടത്? ഒന്നും വേണ്ട, നിങ്ങൾ വേഗം ഇവിടെ നിന്ന് പോ. നിങ്ങൾ ഇവിടെയുള്ള വിവരം അവർ അറിഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഇദ്ദേഹത്തെ വിളിച്ചോണ്ട് പോ. സഞ്ജു ചെല്ല്, സ്വാതിയുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഇവിടെ നിന്ന് സുരക്ഷിതമായ മറ്റൊരു റൂമിലേക്ക് സ്വാതി മാറ്റുന്നുണ്ട്. അവര് തന്നെയാ. എടുക്ക്. മനസ്സിലായല്ലോ, ദക്ഷയാ. നിങ്ങളയച്ച ഗുണ്ടകൾ വിളിച്ച് വിവരം പറഞ്ഞു കാണുമല്ലോ. അവരെ ഞങ്ങൾ നന്നായിട്ട് കൈകാര്യം ചെയ്ത് വിട്ടിട്ടുണ്ട്. നീ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞു തന്നെയാ എന്റെ ആളുകൾ അവിടെ വന്നത്. അവര് തിരിഞ്ഞോടിയെന്ന് കരുതി നീ ആഹ്ലാദിക്കാൻ വരട്ടെ. അതിലും വലിയ കെണി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. മറ്റൊരു കൂട്ടരെ ഞാൻ മംഗലശ്ശേരിയിലേക്ക് അയച്ചിട്ടുണ്ട്. എന്റെ ഫോണിനായി അവര് കാത്തു നിൽക്കുക. നീ എന്താടാ മോനെ എന്നെ കുറിച്ച് കരുതിയേ? നാളെ എന്റെ മോളുടെ എൻഗേജ്മെന്റിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ഒരു വിഡ്ഢിയെ പോലെ ഞാൻ കിടന്നുറങ്ങുന്നു. ഇത് ദക്ഷയാടാ. നീ കളിക്കുന്നത് ഒരു സാധാരണ പെണ്ണിനോടല്ല. ഓരോ പഴുതുകളും അടച്ചു മാത്രമേ ദക്ഷ ഓരോന്നും ചെയ്യൂ. അതും എന്റെ മകളുടെ എൻഗേജ്മെന്റിന്. അത് നടക്കാതെ വന്നാ പിന്നെ മംഗലശ്ശേരി വീടും അതിനുള്ളിലെ അന്തേവാസികളും പിന്നെ ഈ ഭൂമുഖത്തുണ്ടാവില്ല. ഈ രാത്രി നീ കാമുകിയുടെ അടുത്തേക്ക് ഓടി വന്നത് എന്തിനു ആയിക്കോട്ടെ, എത്രയും വേഗം നീ വീട്ടിലേക്ക് തിരിച്ചു പോ. അല്ലെങ്കിൽ നീ നെഞ്ചു പൊട്ടി കരയേണ്ടി വരും. എന്റെ മോളുമായുള്ള കല്യാണത്തിന് വാക്ക് തന്ന നിന്റെ അമ്മയുടെ മുഖം നീ ഒന്ന് ഓർത്തു നോക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.